ദിവസത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിന്റെ പുതിയ ക്യാപ്റ്റൻ വി.ഡി. സതീശൻ. ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും നാടകീയമായ ചർച്ചകൾക്കും അധികാര വടംവലിക്കും ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചത്. ഉച്ചയ്ക്ക് 12 മണിക്ക് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദീപാദാസ് മുൻഷിയാണ് സതീശന്റെ പേര് പ്രഖ്യാപിച്ചത്. MLA-മാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ KC വേണുഗോപാലിനായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ അണികളുടെയും നേതാക്കളുടെയും പൊതുവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും 3 മുൻ KPCC പ്രസിഡന്റുമാരുടെ ഉറച്ച നിലപാടുമാണ് ഹൈക്കമാൻഡിനെ സതീശനിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് MLA-മാരുടെ അംഗബലത്തിൽ മുന്നിലായിരുന്നിട്ടും ജനവികാരവും ഉജ്ജ്വല വിജയം സമ്മാനിച്ച നായകൻ എന്ന പരിവേഷവും KCയെ തള്ളി സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡിനെ എത്തിച്ചത്. 10 വർഷത്തെ പിണറായി സർക്കാരിന് അന്ത്യം കുറിച്ച് 102 സീറ്റുമായി അധികാരത്തിലേറിയ UDF കഴിഞ്ഞ 10 ദിവസമായി മുഖ്യമന്ത്രി പദത്തിന് വല്ലാതെ പെട്ടുനിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ത്രില്ലർ പോരാട്ടത്തിനാണ് കേരള രാഷ്ട്രീയം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത്. മുഖ്യമന്ത്രി പദത്തിനായി KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചതോടെ പാർട്ടിക്കുള്ളിലെ മത്സരം തെരുവിലേക്ക് എത്തിയിരുന്നു. നേതാക്കളെ പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും സ്ഥാപിക്കുകയും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. സാമൂഹ്യ മാധ്യമങ്ങളിലും ഇതിന്റെ അലയൊലികൾ നിറഞ്ഞു നിന്നു. ചർച്ചകൾ കടുത്തു തുടങ്ങി. അങ്ങനെ 10 ദിവസമായി തുടർന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കാണ് ഇതോടെ വിരാമമായത്.